ഹായ് എല്ലാവർക്കും വണക്കം. ഇന്ന് നമുക്ക് സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് പൊരിയിൽ എപ്പിടി റെഡി പണ്ണെന്ന് பார்ப்போம். அதுக்கு നമ്മളൊരു 3 ബീട്രൂട്ട് എടുത്തിருக்கு, ഒരു 400 ഗ്രാം இருக்குது, ஒரு ½ முറി തേങ്ങ, ഒരു 10 പച്ചമുളക്, 3 പീസ് ഇഞ്ചി. ഇത് നമുക്ക് വന്നിട്ട് ബീട്രൂട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് വന്നിട്ട് എന്താ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊരു പാൻ എടുത്തിട്ട് പാനിലോട്ട് പോകാം. ഇത് പാനിലോട്ട് നമുക്കിട്ട് மிக்ஸ் பண்ணலாம். கொஞ்சமாக தண்ணி, 1 டீஸ்பூன் சால்ட்டு. இப்போ നമ്മളിത് വന്നിട്ട് നല്ലോണം മിക്സ് பண்ணி കൊടുക്കണം. നല്ലോണം മിക്സ് பண்ணிட்டு ഒരു 8 നിമിഷം മൂടി വെച്ച് ഇത് വേവിക്കണം. ഒരു 8 നിമിഷം മൂടി വെച്ച് വേവിച്ചാൽ നമ്മൾ റെഡിയാകും. അടുത്ത് നമുക്ക് മസാല റെഡി பண்ணணும். നമ്മുടെ ബീട്രൂട്ട് എല്ലാം സൂപ്പറാக വെന്തിருக்கு. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ആഡ് பண்ணலாம். അരപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് பண்ணி ഒരു 1 സെക്കൻഡ് നമുക്കിത് ഫുള്ള് മിക്സ് பண்ணி കൊടുക്കാം. ഒരു നിമിഷം മിക്സ് பண்ணிയാൽ പോകും. എല്ലാം കൂടെ ഒരു നിമിഷം മിക്സ് பண்ணிയിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ചൂടായാൽ പോകും. അതുവരെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് பண்ணி കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് നല്ല 350 ഗ്രാം കട്ട തൈര് വന്നിട്ട് ഇതിൽ ആഡ് பண்ணலாம். ஆட் பண்ணி இது நல்லோണം மிக்ஸ் பண்ணணும். இந்த தயிர் வந்துட்டு இதில் வச்சு நல்லோണം மிக்ஸ் பண்ணி இப்படி நல்லா உடைக்கணும். உடச்சி நல்லோണം மிக்ஸ் பண்ணி இதே போல் ஆக்கி எடுக்கணும். இதில் நமக்கு ഇനി കടുക് വറുക്കാം. ഞാനെടുത്ത് அதில் கொஞ்சமாக ஆயில் ஊற்றி ஆயில் சூடாததுக்கப்புறம் നമുക്ക് കടുക് വറുക്കണം. ഓയിൽ ചൂടായി നമുക്കിനി കടുക് പോടலாம். കടുകെല്ലാം വന്നിട്ട് നല്ല വെടിച്ച് കീറണം. കടുകെല്ലാം നല്ല വെടിച്ച് കീറി கொஞ்சம் കറിൽ വെച്ച് അപ്പോൾ കാഞ്ച മുളക് പോയിട്ട് ഒരു 2 നിമിഷം വഴക്കാം. എല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഊറ്റി കൊടുക്കാം. ഇത് നമുക്ക് ബീട്രൂട്ടിലോട്ട് എല്ലാം ഊറ്റി ഒന്ന് മിക്സ് பண்ணி കൊടുക്കാം. ഇത് നമുക്ക് വന്നിട്ട് എല്ലാം കൂടെ നല്ല മിക്സ് பண்ணி சூப்பராக மிக்ஸ் பண்ணி சாதத்திൻ്റെ കൂടെ നല്ല സൂപ്പറാக சாப்பிடலாம். இது சூப்பரான ஒரு ரெசிபியான, நீங்களும் ட்ரை பண்ணி பாருங்கள். அவ்வளோ சூப்பராக டேஸ்ட்டாக இருக்கும். இந்த வீடியோ பிடிச்சா சப்ஸ்கிரைப் பண்ணுங்கள். சூப்பராக இருக்கும்.